സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിശബ്ദമായി അവഗണിക്കപ്പെടുന്നതും എന്നാൽ അതീവ ശ്രദ്ധ അർഹിക്കുന്നതുമായ ഒരു പ്രധാന വിഷയവുമാണ് സ്വകാര്യ ഭാഗങ്ങളിലെ അസ്വസ്ഥതകൾ. ലോക ആരോഗ്യ സംഘടനയുടെയും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെയും ആഗോള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഏകദേശം 75% സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം കടുത്ത അണുബാധകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ നാണക്കേടും വിമുഖതയും കാരണം ഭൂരിഭാഗം സ്ത്രീകളും ഈ പ്രശ്നം യഥാസമയം പുറത്തു പറയാൻ മടിക്കുകയും കടുത്ത വേദനയും മാനസിക സമ്മർദ്ദവും രഹസ്യമായി അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൃത്യമായ സമയത്ത് രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുകയും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാതിരുന്നാൽ ഇത് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ ദീർഘകാലത്തേക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് യാഥാർത്ഥ്യം. ഈ അസ്വസ്ഥതകൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കാരണം കാൻഡിഡ എന്ന ഫംഗസിന്റെ അമിതമായ വളർച്ച മൂലമുണ്ടാകുന്ന വജൈനൽ കാൻഡിഡൈസിസ് അഥവാ ഈസ്റ്റ് ഇൻഫെക്ഷനുകളാണ്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലോ സ്വാഭാവികമായ pH സന്തുലിത അവസ്ഥയിലോ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഫംഗസുകൾ ദ്രുതഗതിയിൽ പെരുകാൻ തുടങ്ങുന്നു. ഇതിന്റെ ഫലമായി സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ചൊറിച്ചിൽ, ചുവപ്പ് നിറം, തൈര് പോലുള്ള വെളുത്ത നിറത്തിലുള്ള കട്ടിയുള്ള ഡിസ്ചാർജ് എന്നിവ പ്രകടമാകാറുണ്ട്. സാധാരണയായി ശരീരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ സമനില തെറ്റുമ്പോൾ മാത്രമാണ് ഇതൊരു രോഗാവസ്ഥയായി മാറുന്നതെന്നതിനാൽ ആന്തരികമായ പ്രതിരോധ ശേഷി നിലനിർത്തേണ്ടത് ഇത്തരം ഇൻഫെക്ഷനുകളെ ചെറുക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഫംഗസ് ബാധകൾ പോലെ തന്നെ സ്ത്രീകളെ പരക്കെ അലട്ടുന്ന മറ്റൊരു ആന്തരിക അണുബാധയാണ് ബാക്ടീരിയൽ വജനൈസോസിസ്. യോനിഭാഗത്തെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവയുടെ അളവിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ കടുത്ത ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണം കടുത്ത ചൊറിച്ചിലിനോടൊപ്പം തന്നെ അനുഭവപ്പെടുന്ന അസഹനീയമായ ദുർഗന്ധവും നേർത്ത ഗ്രേ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള സ്രവങ്ങളുമാണ്. ലളിതമായ ഒരു അസ്വസ്ഥതയെ തോന്നാമെങ്കിലും ബാക്ടീരിയൽ അണുബാധകൾ ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളികളെ വരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെ കൃത്യമായ മെഡിക്കൽ പരിശോധനകളിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പല കെമിക്കൽ പ്രയോഗങ്ങളും ഇത്തരം കടുത്ത അലർജിക് റിയാക്ഷനുകൾക്ക് അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിന് കാരണമാകാറുണ്ട്. വിപണിയിൽ ലഭ്യമാകുന്ന സുഗന്ധമുള്ള സോപ്പുകൾ, കെമിക്കലുകൾ അടങ്ങിയ സാനിറ്ററി പാഡുകൾ, ടാമ്പൂണുകൾ, ലൂബ്രിക്കന്റുകൾ എന്നിവയിലെ കൃത്രിമ ഘടകങ്ങൾ അതീവ സെൻസിറ്റീവായ ജനനേന്ദ്രിയ ചർമ്മത്തിന് കടുത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്ട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം കൃത്രിമ സുഗന്ധങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇവ ചർമ്മത്തിൽ പൊള്ളുന്നത് പോലെ തോന്നൽ ഉണ്ടാക്കുകയും സ്വാഭാവിക ഈർപ്പത്തെ നശിപ്പിക്കുകയും ചെയ്യും. സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ ശാരീരിക അസ്വസ്ഥതകൾക്ക് പിന്നിലെ മറ്റൊരു പ്രധാന ജൈവിക ഘടകമാണ്. ആർത്തവ വിരാമ സമയത്തോ പ്രസവശേഷമോ അല്ലെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടുന്ന കാലഘട്ടങ്ങളിലോ സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് വലിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. ഈസ്ട്രജൻ കുറയുന്നതോടെ യോനി ചർമ്മത്തിന്റെ കനം കുറയുകയും അത് വരണ്ടതായി മാറുകയും ചെയ്യുന്നു. മെഡിക്കൽ രംഗത്ത് ഇതിനെ വജൈനൽ അട്രോഫി എന്നാണ് വിളിക്കുന്നത്. ഈ അവസ്ഥ വിട്ടുമാറാത്ത ചൊറിച്ചിലിനും ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ കടുത്ത അസ്വസ്ഥതകൾക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കടുത്ത വേദനയ്ക്കും കാരണമാകുന്നു. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണ രീതികളും ഇത്തരം ഇൻഫെക്ഷനുകൾ പെരുകാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കാറുണ്ട്. ഇറുകിയ അടിവസ്ത്രങ്ങളും സിന്തറ്റിക് തുണിത്തരങ്ങളും സ്ഥിരമായി ധരിക്കുന്നത് വിയർപ്പും കടുത്ത ചൂടും ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാകുന്നു. ഈ ഈർപ്പമുള്ള അന്തരീക്ഷം ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കും അതിവേഗം വളരാനുള്ള അനുകൂല സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഈർപ്പം കുറയ്ക്കുന്നതിനും എപ്പോഴും വായുസഞ്ചാരമുള്ള അയഞ്ഞ പരുത്തി അടിവസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലക്ഷണങ്ങളെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാതിരുന്നാൽ അത് ശരീരത്തിന്റെ പൊതുവായ ഊർജ്ജനിലയെയും ദൈനംദിന ജീവിതത്തിന്റെ സുഗമമായ ഒഴുക്കിനെയും ദോഷകരമായി ബാധിക്കും. മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത പുകച്ചിൽ, വിട്ടുമാറാത്ത അടിവയർ വേദന, സ്വകാര്യ ഭാഗങ്ങളിലെ വീക്കം, ആർത്തവ ചക്രവുമായി ബന്ധമില്ലാത്ത അസാധാരണമായ രക്തസ്രാവം എന്നിവയെല്ലാം അണുബാധകൾ ഗുരുതരമാകുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. പ്രത്യേകിച്ച് ഗർഭിണികളിലും പ്രമേഹ രോഗികളിലും ഇത്തരം അണുബാധകൾ ഉണ്ടായാൽ അത് പ്രതിരോധ ശേഷിയെ പൂർണ്ണമായി തകർക്കുകയും കൂടുതൽ ആന്തരിക ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും. പലരും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണാൻ മടിക്കുകയും സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ടോ ഇന്റർനെറ്റിൽ നോക്കിയോ സ്വന്തം നിലയ്ക്ക് സ്വയം ചികിത്സകൾ ചെയ്യാനാണ് മുതിരാറുള്ളത്. കൃത്യമായ മെഡിക്കൽ പരിശോധനയോ രോഗനിർണയമോ കൂടാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന ക്രീമുകളും ഗുളികകളും താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ. തെറ്റായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ശരീരത്തിൽ നല്ല ബാക്ടീരിയകളെ കൂടി നശിപ്പിക്കുകയും ഇൻഫെക്ഷനുകൾ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പണച്ചെലവില്ലാത്തതും ലളിതവുമായ ചില ദൈനംദിന ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെ ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കും. ജനനേന്ദ്രിയ ഭാഗങ്ങൾ എപ്പോഴും ഈർപ്പമില്ലാതെയും വൃത്തിയായും സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസ്ത്രങ്ങൾ കഴുകിയ ശേഷം വെയിലത്തിട്ട് നന്നായി ഉണക്കി മാത്രം ഉപയോഗിക്കണം. മൂത്രം വളരെ നേരം പിടിച്ചു വെക്കുന്ന തെറ്റായ ശീലങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. കൂടാതെ ദിവസേന ധാരാളം വെള്ളം കുടിക്കുക എന്നിവയെല്ലാം ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഒരു സ്ത്രീയുടെ ആന്തരിക ആരോഗ്യവും പ്രത്യുൽപാദന ശേഷിയും സംരക്ഷിക്കുന്നതിന് ലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 3 മുതൽ 5 ദിവസത്തിലകം ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയോ കടുത്ത വേദനയോ അസാധാരണ നിറത്തിലുള്ള സ്രവങ്ങളോ ഉണ്ടായാൽ ഒട്ടും മടിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൃത്യമായ വൈദ്യസഹായം തേടണം. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഈ ശാസ്ത്രീയമായ അറിവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും നാണക്കേട് വിചാരിച്ചത് മറച്ചുവെക്കാതെ കൃത്യസമയത്ത് ചികിത്സ തേടാൻ മറ്റുള്ളവരെ കൂടി ബോധവൽക്കരിക്കുകയും ചെയ്യുക.